മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. മഹാരാഷ്ട്രയ്ക്കൊപ്പം നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ എങ്ങനെയാണ് 35% പോളിംഗ് എത്തുന്നത് അത് മൂന്ന് മുന്നണികൾക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജി ശ്രീജിത്ത് ചേരുന്നു. നേരത്തെയും ശ്രീജിത്ത് നിന്ന ആ ബൂത്തിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ശ്രീജിത്ത് അവിടെ തന്നെയാണോ എന്നുള്ളതാണ്. ശ്രീജിത്ത് അതേ ബൂത്തിൽ തന്നെയാണോ ഉള്ളത്? നല്ല വോട്ടർമാരുടെ നീണ്ട നിര കാണാം. ശ്രീജിത്ത് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ഈ ഉച്ച സമയത്തും അവിടെ. തീർച്ചയായും നല്ല തിരക്കുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇവിടെ വളരെ വേഗത കുറഞ്ഞാണ് ഈ പോളിംഗ് നടക്കുന്നതെന്ന് നേരത്തെ തന്നെ വോട്ടർമാർ പറഞ്ഞിരുന്നു. അതിന് അതേ കാഴ്ച തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ നേരമായി നമ്മൾ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയായിരുന്നു. പക്ഷേ സമാനമായ രീതിയിൽ തന്നെ വലിയ തിരക്ക് ഉണ്ട്. പക്ഷേ വേഗത കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എത്ര നേരമായി എന്നിട്ട്? 1 മണിക്കൂർ മുകളിലായി. ഒരു സ്പീഡില്ല. സ്പീഡ് വളരെ സ്ലോ ആണ്. ഇവിടെ സ്ലോ ആയിട്ട് പോകണം. എന്താണ് സ്പീഡ് കമ്മിയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ തവണ? എന്തോ ഞങ്ങൾ 10 മണിക്ക് വന്നല്ലേ. 10 മണിക്ക് വന്നോ? അതെ, ക്യൂ തന്നെ. എങ്ങനെയുണ്ട് ഇത്തവണ? തവണ എന്തായാലും സരൻ 10,000 വോട്ടിന്. അതെ, കണ്ണാടി ഇടത് കോട്ടയാണ്. പറയട്ടെ, കുഴപ്പമില്ല, ഭയങ്കര സ്ലോ ആണ്. എത്ര നേരമായി? ഞാനിപ്പോ ഒരു 1.5 മണിക്കൂർ ആവണം. ഭയങ്കര സ്ലോ ആണ്. കാലത്ത് വന്നാലും ഇതേമാതിരി തന്നെയാണ്. ഈ ബൂത്ത് മാത്രമേ ഇങ്ങനെ ഇത്ര സ്ലോ ഉള്ളൂ. ഇത്ര ബൂത്ത് എണ്ണം ഒത്തിരി കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരാൾ വോട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? അത് കറക്റ്റായിട്ട് അറിയുന്നില്ല. നമ്മൾ പോയി വരുന്ന ആൾക്കാരൊന്നും അറിയുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതും പോയത് ആൾക്കാരൊന്നും അറിയുന്നില്ല. കുറെ നേരം നിന്നും അടുത്തോ? ഇല്ല, വന്നിട്ട് 3/4 മണിക്കൂർ ആവണം. തിരക്ക് സ്ലോ ആണ്, ഭയങ്കര സ്ലോ ആണ്. അങ്ങനെ പിന്നെ ചൂട് അറിയാലോ, ഈ ഷീറ്റിന്റെ ചൂട് കൂടി ആകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണോ അതോ ഈ സമയം മെഡിക്കൽ ഷോപ്പ് കാണുന്നതാണ്. കുറെ നേരം മാറി നിൽക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഇതല്ലേ, ജനാധിപത്യത്തിന്റെ ഒരു സമ്മതിദാനാവകാശമല്ലേ, അത് നടത്തിയില്ലേ പറ്റുള്ളൂ. എന്തായാലും ഇത്തവണ വോട്ട് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം. ഇത്തവണ അല്ല, എല്ലാ സമയത്തും സാഹചര്യം ഒത്തു കിട്ടിയാൽ വോട്ട് ചെയ്യാം. ഈ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ആവേശം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് ശരിക്കും പൊതുവെ ആവേശം കുറയുകയോ ചെയ്യും. കാരണം ഇത് ആവശ്യമില്ലാതെ വരുത്തി വെച്ചൊരു ഇതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒന്നില്ലെങ്കിൽ MLA മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു ഇവിടുന്ന് MLA മാറി വേറെ അടുത്ത് പോയിട്ട് പുതിയ ആളെ തിരഞ്ഞെടുപ്പ്, അപ്പോൾ അതിൻ്റെതായതുണ്ട്. അപ്പോൾ പൊതുവെ പോളിങ് അതിൻ്റെതായിട്ട് ചില സ്ഥലങ്ങളിൽ കുറയും. പക്ഷേ ഈ വാർഡിൽ ഇപ്പോൾ ഇതിൽ ബൂത്ത് നല്ല തിരക്കാണ്. അവിടെ ആ ബൂത്തിൽ തിരക്ക് കുറവാണ് 164. അപ്പോൾ അതിൻ്റെതായതുണ്ടാവും. എങ്ങനെയുണ്ട് ഉപതെരഞ്ഞെടുപ്പ്? നല്ല ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു വരുത്തി വെച്ച് ചിലവ് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. നമ്മുടെ ഒരു അനാവശ്യ ചിലവും അനാവശ്യ ബുദ്ധിമുട്ടും ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ വലിയ സാധാരണ ഉള്ളതിന് കാട്ടിൽ കൂടുതൽ ആളുകളൊക്കെ വന്ന് പ്രചരണമൊക്കെ നടത്തിയുള്ള കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പ്രചരണം നടത്തി. മൂന്ന് സ്ഥാനാർത്ഥികളും അവരുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റാവുന്ന പ്രചരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആള് കൂടണം എന്നില്ല അല്ലേ? അതൊക്കെ ഇല്ല, ഒരുവിധം പരമാവധി വരും, പരമാവധി എത്തും. പക്ഷേ ഈ ചില മേഖലകളിൽ കമ്മിയാവും. ജനങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുമല്ലേ, എന്തിനാണ് പോകുന്നത് വീണ്ടും? അത് ഓട്ടോമാറ്റിക് ശരിയാണല്ലോ, അവരുടെ കാര്യങ്ങൾ ശരി തന്നെയാണ്. അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. കാരണം ഒരു അനാവശ്യമായൊരു തിരഞ്ഞെടുപ്പ് അത് വന്നു. അതൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്ക് നല്ല എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. പക്ഷേ നല്ല പ്രചരണം നടത്തിയത് കൊണ്ട് 90% ആൾക്കാരും വോട്ട് ചെയ്യാൻ എത്തുന്നതാണ് കണക്കൂട്ടുള്ളത്. അഭിലാഷ്, വളരെ വ്യക്തമായാണ് ഇവരൊക്കെ നിലപാടും കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെ പോളിംഗ് കുറയുന്നു, എന്തുകൊണ്ട് എങ്ങനെ വോട്ട് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം വളരെ വ്യക്തമായി തന്നെ അവർ പറയുകയാണ്. പലരും ഈ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ, പ്രത്യേകിച്ച് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളാണ് ഒരാൾ. അയാൾ ആ മെഡിക്കൽ ഷോപ്പ് അടച്ചിട്ടിട്ട് വന്ന് നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരുപറ്റം അമ്മമാരുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. എപ്പോഴാണ് വന്നേ? കുറെ നേരമായോ? ഞാൻ രാവിലെ 10 മണിക്ക് വന്നിട്ട് ഇതെപ്പോൾ വോട്ട് ചെയ്ത് ഇറങ്ങിയുള്ളൂ. എനിക്കത് മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്നും പോരാ, ഒരു 7 മിനിറ്റൊക്കെ വേണം ഒരു വോട്ട് ചെയ്യാൻ വെളി വരെ. അതുകൊണ്ടാണ് ഈ തിരക്ക്. വീട്ടമ്മയാണോ? ഞാൻ മെമ്പറാണ്. അല്ല ഈ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടി വരുന്നവരുടെയൊക്കെ കാര്യം ബുദ്ധിമുട്ടാണോ? ഒക്കെ ബുദ്ധിമുട്ടാണ്. നല്ല രാവിലെ അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ മെഷീനിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ശരിക്കും പരിശോധിച്ചിട്ട് ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എത്ര നേരമായി ചേച്ചി വന്നിട്ട്? ഞാൻ വന്നിട്ട് ഒരു 2 മണിക്കൂറായി. അത്രയായില്ലേ?
കുറെ നേരമായോ? കുറെ നേരമായി, ഞങ്ങളൊക്കെ ഉണ്ടാവും ഒപ്പം തന്നെ. ഇത്തവണത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം ഉണ്ടോ? എന്തായാലും എല്ലാ വലിയ പ്രചരണമൊക്കെ അല്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവേശം നിങ്ങൾക്കൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ട് എത്ര സമയം നിന്നാലും വോട്ട് ചെയ്യാന്നുള്ളതാണ്. 12 മണിക്ക് വന്നവരാ. എന്താ ചേച്ചി പറയാനുള്ളത്? അഭിലാഷ് വീട്ടമ്മമാരാണ്, അവരിൽ പലരുടെയും പ്രതിസന്ധികൾ കൂടി അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ചിലർക്ക് വെച്ച് വന്നവരുണ്ട്, അതല്ലാതുള്ളവരും ഇങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇത് വൈകുമ്പോൾ. അതെല്ലാമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നീണ്ട നിര ഇവിടെ തുടരുകയാണ്. ഇവിടെ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും നീണ്ട നിര തന്നെയുണ്ട്. അതിലൊന്ന് ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. വലിയ വെയിൽ കാര്യമായി അത്ര പാലക്കാടിന്റെ ഒരു ചൂടെന്ന് പറയുമ്പോൾ അത് അതിഭീകരമായ ചൂടിലേക്ക് എത്തുന്നവരാണ്. 10:45 മുകളിലേക്ക് പലപ്പോഴും ചൂടിനെ അഭിമുഖീകരിക്കുന്നവരാണ്. ഇപ്പോൾ അത്രയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചൂടൊന്നും ഇവിടുത്തെ വോട്ടർമാരെ ബാധിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് കരുതാൻ വയ്യ. എന്തായാലും വലിയ തിരക്ക് തുടരുകയാണ്. ഈ ബൂത്തിൽ നല്ല തിരക്ക് തുടരുകയാണ്. നേരത്തെ കണ്ട അതേ കാഴ്ച തന്നെ ഇപ്പോഴും തുടരുകയാണ്. ശരി, എന്തായാലും ശ്രീജിത്ത് വാർത്ത നൽകുമ്പോൾ അപർണ, ഞാൻ അല്പസമയം മുമ്പ് പറഞ്ഞേ ഉള്ളൂ, അതായത് ഒരു പരിധിവരെയെങ്കിലും വോട്ടർമാരെ ഇത് നിരാശപ്പെടുത്തുന്നുണ്ടോ? കാരണം അവർക്ക് ഒരു ആവശ്യമില്ലാത്ത തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്കൊക്കെ ഉണ്ടായതാണ്. ഇതിങ്ങനെ നീണ്ടു പോകുക എന്ന് പറയാം. 10 മണിക്കൊക്കെ വന്നിട്ട് ഇപ്പോ 1 മണിയാവുന്നല്ലേ? അതെ, അതിൽ തന്നെ ഇപ്പോൾ ഈ 7 മിനിറ്റൊക്കെ വേണ്ടി വരുന്നു ഒരു വോട്ട് ചെയ്തതിന് ശേഷം. അതായത് ഈ ബീപ് സൗണ്ട് കേൾക്കാൻ ആയിരിക്കാം അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ഇത്രയും ഒരു ലാഗിങ് ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് അപർണ സൂചിപ്പിച്ച പോലെ 10 മണിക്ക് വരുന്ന ഒരാൾ 1 മണി വരെയൊക്കെ കാത്തിരിക്കുക എന്നത്, അതോടൊപ്പം ഈ വോട്ടർമാർ പ്രകടിപ്പിച്ച ഒന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്ന നിലയിൽ. എങ്കിൽ പോലും അവർ വോട്ട് ചെയ്യാൻ വരുന്നു. സാങ്കേതിക തടസ്സം ഈ ആദ്യം സരിൻ ചെന്ന് അവിടെ VVPAT തകരാൻ അപ്പൊ തൊട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഇത് പോളിംഗ് ശതമാനം കുറയുന്നതിന് ഇതും ഒരു കാരണമായിട്ടൊക്കെ പറയാം. അതും ഒരു രാഷ്ട്രീയ വിവാദമായി മാറാം. അതും ആരോപണങ്ങളൊക്കെ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇത്തരത്തിലൊരു മന്ദഗതിയിൽ ഇതിപ്പോൾ ഒരു ബൂത്തല്ല, നേരത്തെ മാത്തൂര് ഇത് സംഭവിച്ചു എന്ന് VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കണ്ണാടിയിൽ വീണ്ടും പറയുന്നു. അപ്പോൾ നാട്ടുകാരും പറയുന്നു ഇത്രയും സമയം എടുക്കുന്നു എന്നുള്ളത്. ഇതും പാലക്കാടാണ്, ഇതും രാഷ്ട്രീയ വിവാദമായിട്ട് വരാം. എന്തായാലും 1 മണിയാകാൻ പോകുന്ന സമയം അപ്പോഴും 35% പാലക്കാട് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി ശേഷിക്കുന്ന 5 മണിക്കൂറുകൾ അത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട മണിക്കൂറുകളാണ്. ഏതായാലും 2021 സംബന്ധിച്ചിടത്തോളം ഇത് 8-7% കുറവ് തന്നെയാണ് ഇപ്പോഴും ഈ മണിക്കൂറിലെ പോളിംഗ്. ഈ നാടിളക്കി കാടിളക്കി പ്രചാരണം നടത്തിയിട്ടും ഈ പോളിംഗ് ശതമാനത്തിലാണ് 1 മണിക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നും കൂടി പറഞ്ഞു. എന്തായാലും നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും പുതിയ വാർത്തകളും വിശദാംശങ്ങളുമായി എത്താം.